ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുറച്ച് പ്രത്യേകതകളൊക്കെ നിറഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ അഞ്ജലിക്കുട്ടി 10ാം ക്ലാസ് പാസ്സായ ഒരു ദിവസം കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായത് മാത്രമല്ല, അവൾ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയാണ് ജയിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും പാർട്ടിയായിട്ടും ഒക്കെ ഒരുപാട് അവൾക്ക് സ്നേഹ സമ്മാനങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഗിഫ്റ്റും ഞാൻ കൊടുത്തായിരുന്നു. അതെന്തെന്ന് പറയുന്നില്ല, അതാ ഞാൻ വീഡിയോ ആയിട്ടും എടുത്തിട്ടുമില്ല കേട്ടോ. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തായിരുന്നു. ഇതൊക്കെ കുറേ നാൾക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞത്. അതൊന്നും വീഡിയോയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ എടുത്തു വളർത്തിയൊരു കുഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, അഞ്ജലിയും ചിപ്പിയും. കാരണം എപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്നു അവരെപ്പോഴും. അഞ്ജലിയും ചിപ്പിയായിരുന്നു പോലും കേട്ടോ. അത്രയ്ക്കും അവർ നമ്മളുമായിട്ട് ഒരുപാട് അടുത്ത ഒരു ബന്ധമുള്ളവരാണ്. നമ്മുടെ എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ അവർ. അങ്ങനെ ബാക്കി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാൻ ട്രെയിനിങ്ങിനാണ് പോകുന്നത്. രാവിലത്തെ എൻ്റെ അടുക്കളയിലെല്ലാം ജോലിയും കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള ഫുഡും ഒക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഒരാഴ്ചത്തെ ക്ലാസ്സേ ഉള്ളൂ, 5 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ എടുത്ത ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ന് എന്നെ ചേട്ടനാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കിയത്. കാരണം ഇന്ന് ചേട്ടന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടനാണ് എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന സമയത്ത് ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ വന്ന് നിന്നു. പിന്നെ അവർ തമ്മിൽ കുറേ നേരം അവർ സംസാരിച്ച് നിന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്കുള്ള ബസ് വന്നു. ഞാൻ ബസ്സിലോട്ട് കയറിപ്പോയി. പിന്നെ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഓട്ടോയിലാണ് പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വഴികളെല്ലാം നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു തവണ ഞാൻ കണ്ടാൽ മതി, ആ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു വെച്ചിരിക്കും കേട്ടോ. ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന സ്ഥലം. പിന്നെ എനിക്ക് നമ്മുടെ ട്രാവൽ കാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈസ്പോർട്ട് വരെ പോകണമായിരുന്നു. അപ്പോൾ അവിടെയും പോയി. അപ്പോൾ പക്ഷേ ട്രാവൽ കാർഡ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് തരുന്ന മാഡം അന്ന് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നേരെ വന്ന ജനസേവയിലാണ് കേട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അവിടെ വന്ന് നിന്നു. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു കേട്ടോ. ജനസേവയിലോട്ട് വന്നു. കുറച്ച് നേരം വരെ അവിടെയും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും പോകുന്നത് വരെ പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അകത്തോട്ട് കയറിയത്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വരുന്ന വഴി തന്നെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അരി, തേങ്ങ, എണ്ണ, പിന്നെ ഗരം മസാല, അത് ഇത്രയും വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടെ ചായ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് വടയും മുട്ട ബജിയൊക്കെ ആയിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ദിവസം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കുറച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റൊന്നും ഞാൻ എടുത്തില്ല, പതിവ് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റുടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ നേരെ ജോലിയിലോട്ട് കടന്നു കേട്ടോ. കൂടുതലായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു കേട്ടോ. കാരണം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് തന്നെ ഫോണും കുറേ ഹാങ്ങായി, സ്റ്റോറേജ് ഫുള്ളായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കാഴ്ച എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങ് എടുത്താണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആ ഒരു വഴിയും, നമ്മുടെ ആ വഴിയാണ് കേട്ടോ. ആ വഴി കൂടെ വന്ന സമയത്ത് ഞാൻ എടുത്താണ്. ഇത് ഞാൻ നമ്മുടെ ട്രെയിനിങ് സ്ഥലത്ത് നിന്ന് എടുത്താണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് കിട്ടിയായിരുന്നു, ഒരു ഫ്രീ ടൈം പോലെ കിട്ടിയായിരുന്നു. ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് അവിടുത്തെ റോഡും പരിസരമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ്ങിൻ്റെ സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ആ പുനരുദ്ധരണി ഹോസ്പിറ്റലിൽ കാണാം. പിന്നെ ബ്രേക്ക് ടൈം കിട്ടിയ സമയത്ത് നമ്മൾ എന്നും വന്ന് നോക്കുന്നൊരു സ്ഥലമാണ് ലൗലോലിക്ക കേട്ടോ. അപ്പോൾ നിറയെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ കാണുമ്പോൾ കൊതിയാവും, പക്ഷെ നമ്മൾ ഒന്നുപോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് ഭയങ്കര പുളിപ്പായിട്ട് തോന്നും. പിന്നെ കുറേ നേരം വരെ കഴിച്ച് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടാണെങ്കിൽ പിന്നെയും കഴിക്കും. ആദ്യമൊക്കെ കാണുമ്പോൾ കൊതി തോന്നുമെങ്കിലും പക്ഷേ കഴിക്കാനേ പറ്റൂല. പിന്നെ അന്നും പതിവ് പോലെ തന്നെ ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്നിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളും വീഡിയോസൊക്കെ എടുക്കാൻ വീട്ടിലോട്ടാണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല.
പിന്നെ കുളിച്ച് വന്നിട്ട് വീട്ടിലോട്ട് എന്നും പതിവ് പോലത്തെ വീഡിയോ കോളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൽസക്കുട്ടിയും വീഡിയോ കോളിൽ വിളിച്ചായിരുന്നു, പിന്നെ മിക്കുവിനെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കുവും എബിയും എൽസയും എല്ലാവരും ഒന്നിച്ചൊരു വീഡിയോ കോളായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ എബി ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്ക് ട്രെയിനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ അവന് വളരെ ഹാപ്പിയാണ് കേട്ടോ. അനിയൻ്റെയും അനിയത്തിയുടെ കൂടെയൊക്കെ കളിച്ചിരിക്കാനും അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അവിടുത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇവിടെ തന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ രാത്രിയാകുമ്പോഴാണ് അവരൊരു ഓളം വരുന്നത്. കാരണം എല്ലാവരും ഒരുമിച്ച് അവിടെ വരും. അതായത് നമ്മുടെ കുടുംബ വീട്ടിൽ കുഞ്ഞമ്മയുടെയും കൊച്ചിൻ്റെ വീട്ടിൽ വരും. എല്ലാവരും ഒക്കെ ഇട്ടിരുന്ന് സംസാരിക്കും. അവിടെ കളിയും ചിരിയും ബഹളങ്ങളും പിള്ളേരും. കുഞ്ഞമ്മ എപ്പോഴും പറയും രാത്രിയാവുന്നതും വീടൊരു ഡേ കെയർ പോലെയാണെന്ന്. കാരണം പിള്ളേരെല്ലാവരും ഒക്കെ വരുമല്ലോ, ആ സമയത്ത് നല്ല രസമായിരിക്കുമല്ലോ വീട്ടിൽ. എനിക്ക് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിപ്പോൾ വേറൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വേറൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. മഴ ആയതുകൊണ്ട് ചേട്ടനൊന്ന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കാപ്പിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ, ജോലിക്ക് പോകണമെന്ന് കരുതിയിട്ട്. പക്ഷേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാവിലെ കാപ്പി മാത്രം പെട്ടെന്ന് വെച്ചു. അപ്പോഴാണ് മഴ കാരണം ഇന്ന് ജോലിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ചേട്ടനും കൂടെ വീടിൻ്റെ പുറത്ത് വന്നിരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം വരെ ഇരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. അതുവരെയും കുറേ നേരം വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെയുള്ള അവസരങ്ങൾ വല്ലപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അതൊന്നും ഞങ്ങൾ ഒരിക്കലും പാഴാക്കാറില്ല കേട്ടോ. നല്ലതുപോലെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കും. ഇതാ ഞാൻ ചേട്ടനും ചായയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാനും ചായയൊക്കെ ആയിട്ട് കുറേ നേരം വരെ അവിടെ നിന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ദോശയും സാമ്പാറിൻ്റെ കൂടെ തന്നെ ചമ്മന്തിയൊക്കെ ആക്കി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ചില സമയത്ത് മെനക്കെടാറില്ല, അതിന് വേണ്ടി മെനക്കെടാറില്ല. വേണ്ട, ഉള്ളത് മാത്രം വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയും എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് മടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊന്നും ചെയ്യാനും നിൽക്കാറില്ല. അങ്ങനെ വരട്ടെ എന്നും പറഞ്ഞിരിക്കും. ചില സമയത്ത് ഉത്സാഹത്തോടെ ചെയ്യാൻ നിന്നാൽ അങ്ങ് ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ പതിവ്, അതാണ് എൻ്റെ സ്വഭാവം. എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ സ്വഭാവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ അടുക്കളയിൽ എല്ലാ ജോലിയും കഴിഞ്ഞു. പക്ഷേ ഉച്ചത്തേക്കുള്ള ഫുഡൊന്നും വെച്ചില്ല കേട്ടോ. രാവിലത്തെ പണികൾ മാത്രം കഴിഞ്ഞു. പിന്നീടാണ് ഞാൻ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊന്നും ഞാൻ വീഡിയോസായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ വീട്ടിലായതുകൊണ്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കഷായവും ഗുളികയൊക്കെയാണ് കേട്ടോ. ഭയങ്കര കയ്പ്പായിരുന്നു. രണ്ടാമത് പോയ സമയത്ത് ഭയങ്കര കയ്പ്പായിരുന്നു. മരുന്നൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര കയ്പ്പെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കയ്പ്പായിരുന്നു. പക്ഷെ ആദ്യം പോയ സമയത്തൊന്നും ഇത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്ന് മഴ കൂടെ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി കഞ്ഞി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും വെക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിച്ചിരി വയ്യായിക, ഞാൻ പറഞ്ഞില്ല, വയ്യായിക ആയതുകൊണ്ട് ഒരാഴ്ച ഫുൾ ട്രെയിനിങ്ങിനൊക്കെ പോയത് എൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ഉച്ചത്തേക്ക് രാത്രിത്തേക്കൂടെ ചേർത്ത് കഞ്ഞിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.